ഉപതിരഞ്ഞെടുപ്പിൽ അകത്തിരിക്കുന്ന കെ.വി. തോമസ്. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു പ്രൊഫസർ കെ.വി. തോമസ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, മുൻ കേന്ദ്ര സംസ്ഥാന മന്ത്രി, മുൻ എം.എൽ.എ, സാമുദായിക വോട്ട് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉള്ളയാൾ തുടങ്ങിയവയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കെ.വി. തോമസിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി കൂടെ കൂട്ടിയത്. പിന്നിൽ 2 ലക്ഷ്യം. ഒന്ന്, തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കെ.വി. തോമസിനെ ഉപയോഗിച്ച് തോൽപ്പിക്കാം. പിന്നെ സിൽവർ ലൈനിൽ പിന്തുണയേറ്റാം. തൃക്കാക്കരയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസ് വിജയിച്ച് കെ.വി. തോമസിന് കോൺഗ്രസിന് പുറത്ത് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഉറപ്പിച്ചു. പിന്നെ സിൽവർ ലൈനിന്റെ കാര്യം. ശതകോടിയുടെ സിൽവർ ലൈൻ പദ്ധതിക്ക് ജനപിന്തുണ കിട്ടാൻ കോൺഗ്രസ് നിലപാട് തെറ്റാണെന്ന് സ്ഥാപിക്കാനും ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്താനുമൊക്കെ കെ.വി. തോമസ് മുന്നിലുണ്ടാകണമെന്ന് പിണറായി കണക്കുകൂട്ടി. പക്ഷേ അതൊന്നും നടന്നില്ല. സിൽവർ ലൈനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇനി അതേക്കുറിച്ച് ആലോചിക്കില്ലെന്ന് കേന്ദ്രവും ഇനിയിപ്പോ കേന്ദ്രാനുമതി കിട്ടിയാലും കേരളത്തിൽ അത് നടപ്പാക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവും ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴത് നടക്കില്ല എന്നു തന്നെ കരുതാം. അവിടെയും കെ.വി. തോമസിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ലക്ഷങ്ങളുടെ ഓണറേറിയത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് വേദിയിൽ പോലും കെ.വി. തോമസിന്റെ പേര് പോലും പിണറായി വിജയനോ തിരഞ്ഞെടുപ്പ് പ്രവർത്തകരോ മിണ്ടിയിട്ടില്ല. അതിന്റെ പേരിൽ വോട്ട് കുറയുമോ എന്നതാണ് ഭയം. കെ.വി. തോമസും അങ്ങനെ തന്നെ. തന്റെ സോഷ്യൽ മീഡിയയിലൂടെയൊന്നും ഒരു തിരഞ്ഞെടുപ്പ് കാര്യവും പങ്കുവയ്ക്കാതെയാണ് കെ.വി. തോമസിന്റെ ഇരുത്തം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കലാശക്കൊട്ടായി. എന്നിട്ടും അനക്കമില്ലാതിരിക്കുകയാണ് കെ.വി. തോമസ്. ഇനി സരിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് മഹിതഭൂമി.